നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 29. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ നടന്നെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കഴിഞ്ഞ വീക്കെൻഡിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും ചൂടുപിടിച്ചതിനെ തുടർന്ന് ശക്തമായ ആശങ്കകൾ ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ നിക്ഷേപകരുടെ ഇടയ്ക്ക് നിലനിന്നെങ്കിലും ഇറാനും യുഎസും പരസ്പരം പിൻവാങ്ങിയതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലൊന്നും നിക്ഷേപകർ ഭയന്നത് പോലെയുള്ള ഒരു ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തില്ല. എങ്കിലും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടി ട്രേഡിംഗ് ആരംഭിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിൽ നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടായിരുന്നു ഓപ്പണിംഗ് ലഭ്യമായിരുന്നതും. മാത്രമല്ല ഇന്ന് നിഫ്റ്റിക്ക് മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും രാവിലെ 10:30 24,120 എന്ന ഇന്നത്തെ ഡേ ഹൈയിൽ നിന്നും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് മാർക്കറ്റിൽ ഇടിവ് തുടർന്നു. മാത്രമല്ല ഉച്ചയ്ക്ക് 12:10 നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കലും ഈ ലെവലിന് മുകളിലേക്ക് നിഫ്റ്റിക്ക് എത്തിച്ചേരുവാനും സാധിച്ചില്ല. തൽഫലമായി ഉച്ചയ്ക്ക് 12:40 ഇന്നത്തെ ഡേ ലോയായ 23,924 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. മാത്രമല്ല ഇന്ന് നിഫ്റ്റിയിൽ ആകെ 196 പോയിന്റുകൾക്കടുത്തുള്ള ട്രേഡിംഗ് റേഞ്ച് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുമുള്ളൂ. 109 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ അതേസമയം സെൻസെക്സിന് 372 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 449 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1106 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും അതേസമയം 1918 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, M&M, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, അദാനി എന്റർപ്രൈസസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടി വന്നപ്പോൾ മാക്സ് ഹെൽത്ത് കെയർ, കോൾ ഇന്ത്യ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ഇറ്റേണൽ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോ ഇൻഡെക്സിന് 2%, എന്നാൽ അതേസമയം PSU ബാങ്ക്, മീഡിയ, IT, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 1.5% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. എന്നാൽ അതേസമയം മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ പോലെ തന്നെ കൺസോളിഡേഷന് ശേഷം നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.2%, അതേസമയം സ്മോൾ ക്യാപ്പിന് 0.6% നഷ്ടവും നേരിടുകയും ചെയ്തു. ഇന്നൊരു ഘട്ടത്തിൽ 21 പൈസയ്ക്ക് മുകളിൽ US ഡോളറിനെതിരെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ച ഇന്ത്യൻ രൂപയ്ക്ക് പിന്നീട് ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് വ്യാഴാഴ്ച ക്ലോസിംഗ് ലെവലിൽ നിന്നും 13 പൈസയുടെ നഷ്ടത്തോടുകൂടി ഒരു US ഡോളറിനെതിരെ 94.53 എന്ന ലെവലിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. 10 രൂപ per ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റിനായിട്ടുള്ള അംഗീകാരം ഇന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ബോർഡ് നൽകുകയുണ്ടായി. ഓഗസ്റ്റ് 14, 2026 ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുന്നത്. ഏകദേശം 2 വർഷങ്ങൾ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ മേഖലകളിലെ ശക്തമായ റാലിയുടെ ഫലമായിട്ട് തായ്വാൻ, ദക്ഷിണ കൊറിയൻ മാർക്കറ്റുകൾക്ക് ശക്തമായ നേട്ടം, ഏകദേശം 200-300% നേട്ടം അവസാന 2 വർഷങ്ങൾ കൊണ്ട് കൈവരിക്കുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഫലമായിട്ട് ഇരു വിപണികളും താഴേക്ക് പതിച്ചതിനെ തുടർന്ന് 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇന്ത്യ ആഗോള MCAP റാങ്കിങ്ങിലേക്ക് വീണ്ടും 5ാം സ്ഥാനം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതായത് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ജർമ്മനിയിലെ നഗാരോ SEയെ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു ഷെയർ ചെയ്തിരുന്നതും. വലിയൊരു തുകയ്ക്കാണ് കമ്പനി ഈ ഒരു അക്വിസിഷൻ നടത്തുകയും ചെയ്തത്. മാത്രമല്ല ഇന്ത്യൻ IT മേഖലയിൽ നിന്നും ഇത്രയും വലിയൊരു അക്വിസിഷൻ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കമ്പനിയിൽ ഇത് ആദ്യമായിട്ടാണ് നടത്തുകയും ചെയ്തത്. എന്നാൽ കമ്പനിയുടെ ഈ ഒരു ഹ്യൂജ് അക്വിസിഷനെ തുടർന്ന് ഇന്ന് പെർസിസ്റ്റന്റ് സിസ്റ്റത്തിൽ 10% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. കുറച്ചേറെ നാളുകളായി കേട്ടുകൊണ്ടിരുന്ന PFC, REC കമ്പനികളുടെ ലയനത്തിനായിട്ടുള്ള അനുമതി കമ്പനികളുടെ ബോർഡ് ഇന്ന് നൽകിയതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് സെൻസെക്സിനെ
ഇന്നത്തെ ഡേ ഹൈയിൽ നിന്നും 600-ലേറെ പോയിന്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടും നിഫ്റ്റിയെ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴേക്കും തള്ളിവിടുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലെയും ഇന്ത്യൻ മാർക്കറ്റിലെയും നിക്ഷേപകര് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഈ വീക്കെൻഡിൽ രൂക്ഷമായതിനെ തുടർന്ന് ശക്തമായ ആശങ്കയോടുകൂടി തന്നെയായിരുന്നു ഇന്ന് മാർക്കറ്റിലേക്ക് കടന്നു വന്നിരുന്നതും. എങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഇരുഭാഗവും താൽക്കാലികമായിട്ട് പിന്മാറുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നെങ്കിൽ കൂടിയിട്ടും അത് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റ് അടച്ചതിനു തൊട്ടു പിന്നാലെ തങ്ങൾ ഇറാനെതിരായിട്ട് ശക്തമായ ആക്രമണം നടത്തിയെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം യുഎസിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. ഇതിനെ തുടർന്ന് വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വഷളാകുന്ന സാഹചര്യവും നിലനിന്നിരുന്നു. ആയതിനാൽ തന്നെ യുഎസും ഇറാനും വീണ്ടും തുടങ്ങിയ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നെങ്കിൽ കൂടിയിട്ടും മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനടി തന്നെ മാർക്കറ്റിന് നേരിയ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും സ്മാർട്ടായിട്ടുള്ള നിക്ഷേപകര് ഉടനടി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ തളർത്തിയ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ്. ഒന്ന് ഓട്ടോയും മറ്റൊന്ന് നിഫ്റ്റി ഐടിയും. ഇന്ന് ഓട്ടോ മേഖലയിൽ ഐഷ മോട്ടേഴ്സ്, M&M, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളിൽ 1.1%-യും 1.8%-യും ഇടയിലുള്ള ഇടിവ് അനുഭവപ്പെട്ടപ്പോൾ ഇന്ന് IT മേഖലയിലും ശക്തമായ ഇടിവ് പ്രകടമായിരുന്നു. എസ്പെഷ്യലി ഹെവി വെയ്റ്റ് IT സ്റ്റോക്കുകളായ TCSനും ഇൻഫോസിസിനും ഇന്ന് 1%-ലേറെ ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. പിന്നീട് ഇതിന്റെ പകുതിയോളം നഷ്ടം തിരിച്ചുപിടിക്കുവാനായെങ്കിൽ കൂടിയിട്ടും. കൂടാതെ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന്റെ ജർമ്മനിയിലെ പുതിയ കമ്പനിയുടെ ഹ്യൂജ് അക്വിസിഷനെ തുടർന്ന് സ്റ്റോക്കിൽ ഇന്ന് 10%-ഓളം ഇടിവ് അനുഭവപ്പെട്ടതും ഇന്ന് നിഫ്റ്റി ഐടിയെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. കാരണം പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന് ഏകദേശം 3.25% മുതൽ 7%-അടുത്ത് വെയിറ്റേജ് ആണ് നിഫ്റ്റി IT ഇൻഡെക്സിലും ഉള്ളത്. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന വണ്ണം ഇന്ന് നിഫ്റ്റി ഐടിക്ക് 292 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി അഥവാ 1%-ലേറെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നതും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിലും ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലും ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമായിരുന്നെങ്കിൽ 24,200 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്നത് നടന്നില്ലെങ്കിൽ 23,750, 23,800 എന്നീ ലെവലുകൾ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കൺസോൾട്ടേഷനുള്ള സാധ്യതകളായിരുന്നു മാർക്കറ്റിൽ നിലനിന്നിരുന്നതും. അതിനാൽ തന്നെ ടെക്നിക്കൽ കാരണങ്ങളും മാർക്കറ്റിനെ കൺസോൾട്ടേഷനിലേക്ക് നയിക്കുകയും ചെയ്തു. നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഇതിനെല്ലാം പുറമെ ഇന്ന് ഒരു ഘട്ടത്തിൽ 6%-ലേറെ ഉയർച്ചയാണ് ഇന്ത്യ വിക്സിലും അനുഭവപ്പെട്ടത്. പിന്നീട് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും അതായത് 4.29% ഉയർച്ചയോടുകൂടി 13.61 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് എത്തിച്ചേർന്നതും. കൂടാതെ ഇന്ന് ഒരു ഘട്ടത്തിൽ യുഎസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 20 പൈസയിലേറെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും പിന്നീട് ഈ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് 13 പൈസയോളം നഷ്ടം നേരിടേണ്ടി വന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് യുഎസ് ഡോളറിനെതിരെ അത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രഷർ ചെയ്യിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണം വികർഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയായതിനാൽ തന്നെ ഇതിനെല്ലാം പുറമെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ ഇന്ന് സെൻസെക്സിന്റെ പുതിയ വീക്കിലി, മന്ത്ലി കൂടാതെ ക്വാർട്ടർലി കോൺട്രാക്ട്സിലേക്ക് ട്രേഡേഴ്സ് എൻ്റർ ആകുന്ന ഒരു ദിനം തന്നെയായിരുന്നു. മാത്രമല്ല നാളെ നിഫ്റ്റിയുടെ ജൂൺ മാസത്തെ മന്ത്ലി എക്സ്പയറി ആണ്. ആയതിനാൽ തന്നെ നിഫ്റ്റിയിലും സെൻസെക്സിലും എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്നും പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ ഇന്നും സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. ആയതിനാൽ തന്നെ നാളെയും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. എങ്കിലും നമ്മൾ വീഡിയോയുടെ തമ്പനെയിലിൽ കണ്ട പോലെ ഇറാനും US തമ്മിലുള്ള സമാധാന കരാർ ലംഘിക്കപ്പെട്ടെങ്കിലും വീണ്ടും ഇരു രാജ്യങ്ങളും പിൻവാങ്ങിയതിനെ തുടർന്ന് അത് തുടരുന്നുമുണ്ട്. എന്നാൽ സമാധാന കരാറിന് മുകളിൽ ഉള്ള ആത്മവിശ്വാസത്തിന് കാര്യമായ മങ്ങൽ കഴിഞ്ഞ വീക്കെൻഡിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് മങ്ങലേറ്റിട്ടുമുണ്ട്. മാത്രമല്ല ഇറാൻ US പീസ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ ഖത്തറിലെ ദോഹയിൽ വെച്ച് നടക്കാനിരിക്കുന്ന US ഇറാൻ ടോക്സ്
നടക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഇതുവരെയും വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതിനൊരു ഭംഗം ഇതുവരെ നടന്നിട്ടുമില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തെ പോലെ തന്നെ 85-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5%, അതേസമയം ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലും ഇന്ന് പോസിറ്റിവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ത്യ, കൊറിയ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1% ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും നമ്മുടെ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും എണ്ണയുടെ വിലയിൽ കാര്യമായ ഇടിവും സംഭവിച്ചു. ബ്രെന്റ് ക്രൂഡിന്റെ വില 0.64%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.95% ഉയർച്ചയോടുകൂടി ബ്രെന്റ് ക്രൂഡിന്റെ വില $72.45 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $69.88 ആയിട്ടും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1.25% ഇടിവാണ് അനുഭവപ്പെടുന്നതും $437.96 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടേർട്ടിൽ മിന്റ് ഫിൻടെക് ഇന്ന് സ്റ്റോക്ക് NSEയിലും BSEയിലും IPO പ്രൈസിൽ നിന്നും 11% പ്രീമിയത്തിന് നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. കാസ്ട്രോൾ ഇന്ത്യ ഉപയോഗിച്ച എഞ്ചിൻ ഓയിൽ സർക്കുലാരിറ്റി ഇക്കോസിസ്റ്റം നിർമ്മിക്കുന്നതിനുള്ള ഒരു പൈലറ്റ് പ്രോഗ്രാം സംയുക്തമായി ആരംഭിക്കുന്നതിനായി ടാറ്റ മോട്ടോഴ്സും കാസ്ട്രോൾ ഇന്ത്യയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പ്രാരംഭ ശ്രദ്ധ കർണാടകയിലാണ് കമ്പനികൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതും. DCX സിസ്റ്റംസ് 436 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനിക്ക് ലഭിച്ചു. വൈസ്രോയ് ഹോട്ടൽസ് ഇക്വിറ്റി ഓഹരികൾ വഴി 107 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിനായിട്ടുള്ള റൈറ്റ് ഇഷ്യൂവിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് കമ്പനി അതിന്റെ Q1 ഏർണിംഗ്സുകൾ August 7, 2026 റിലീസ് ചെയ്യും. ആസ്ട്രാൽ കമ്പനിയെ 2 ലിസ്റ്റഡ് എൻറ്റിറ്റി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുവാനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ഇതിന് പ്രകാരം കെമിക്കലും അഡ്ഹസീവ് ബിസിനസ്സും 2 സ്ഥാപനങ്ങളായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന്റെ വിലയിൽ 9% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. അദാനി പവർ 2026 ജൂലൈ 22 Q1 റിസൾട്ടുകൾ കമ്പനി പ്രസിദ്ധീകരിക്കും. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഇറ്റലിയിലെ ഐവോക്കോ ഗ്രൂപ്പിനെ സംയോജിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ടാറ്റ മോട്ടോഴ്സ് വരും വർഷങ്ങളിൽ വാണിജ്യ വാഹനങ്ങളുടെ വാർഷിക വിൽപ്പന 10 ലക്ഷത്തിലധികം യൂണിറ്റുകളായിട്ട് ഉയർത്തുവാൻ ലക്ഷ്യമിടുന്നതായി കമ്പനിയുടെ ചെയർമാൻ ശ്രീ N ചന്ദ്രശേഖരൻ ഇന്ന് പറഞ്ഞു. ബജാജ് ഓട്ടോ കമ്പനി മുൻപ് പ്രഖ്യാപിച്ച ഷെയർ ബൈബാക്കിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ജൂലൈ 1, 2026 ആണെന്നുള്ള അറിയിപ്പ് ഇന്ന് കമ്പനി നടത്തിയിട്ടുണ്ട്. ഒബ്രോയ് റിയാലിറ്റി ഗുരുഗ്രാമിൽ 360 നോർത്ത് എന്ന അൾട്രാ ആഡംബര പദ്ധതി കമ്പനി ഇന്ന് ലോഞ്ച് ചെയ്തു. ബാധകമായ നികുതികൾ ഒഴികെ 18 കോടി രൂപയിൽ നിന്നാണ് പ്രോപ്പർട്ടികളുടെ വിലയും ആരംഭിക്കുന്നത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.